1 പത്രോസിന്റെ 1-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. യേശു ആയിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരുമായിരിക്കുന്നു എന്ന് ദൈവം കാണുമ്പോൾ ആ ലെവലിലേക്ക്, ആ തലത്തിലേക്ക്, ആ ജീവനിലേക്ക് ദൈവം നമ്മെ രൂപപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാ നമ്മെ ക്രമീകരിക്കുകയാണ്, നമ്മെ ശുദ്ധീകരിക്കുകയാണ്, നമ്മെ ഒരുക്കിയെടുക്കുകയാണ്. യേശുവിനെ പോലെ He is confirming us into that same image. ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ദൈവം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ഇവിടെ നോക്കിയ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, മുഖപക്ഷം കൂടാതെ എല്ലാവരെയും അവരുടെ പ്രവൃത്തിക്കനുസരിച്ച് ന്യായം നടത്തുന്ന ദൈവത്തെ പിതാവെന്ന് നിങ്ങൾ വിളിക്കുന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതകാലം എങ്ങനെ, നിങ്ങളുടെ പ്രവാസകാലം എങ്ങനെയാ കഴിക്കേണ്ടത്? ഭയത്തോട്, reverential fear. യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ആ ന്യായവിധി ദിവസത്തിൽ ഭയം കൂടാതെ ധൈര്യത്തോടെ നിങ്ങൾക്ക് അവനെ നേരിടുവാൻ നിങ്ങൾ യേശുവിനെ പോലെ ആയിരിക്കണം. ആ രണ്ട് ഭയത്തിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ആമേൻ. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ദൈവഭയത്തിൽ ഇതുപോലുള്ള മഹാഭയാനകമായിട്ടുള്ള കാര്യങ്ങൾ ഭൂമിയിൽ സംഭവിക്കുവാനുള്ളത് കൊണ്ട്, ദൈവത്തിന്റെ ന്യായ ദിവസം അടുത്തു വരുന്നുകൊണ്ട് ഭയത്തോടും വിറയലോടുകൂടെ നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ പ്രാവർത്തികമാക്കണം. നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾ ക്രമീകരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എങ്ങനെയുള്ള മനുഷ്യരായിരിക്കണം? What kind of people, what sort of people you ought to be knowing. കർത്താവിനെ അറിയാത്തവർ, ദൈവത്തിന്റെ പ്രമാണങ്ങളെ അറിയാത്തവർ, എന്താണ് ഭൂമിയിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തവർ, അവർ അഭക്തിയിലും പാപത്തിലും ദുഷ്ടതയിലും വഞ്ചനയിലും കള്ളത്തരത്തിലും ഒക്കെ ജീവിക്കുമ്പോൾ, അനുസരണക്കേടിലും മർദ്ദലിപ്പിലും ഒക്കെ ജീവിക്കുമ്പോൾ അവന്റെ സ്നേഹത്തെ മനസ്സിലാക്കിയവർ, അവന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞവർ, അവന്റെ മക്കളായി തീർന്നവർ. ആമേൻ. ഹല്ലേലൂയ. It's a call to holiness. It's a call to holy living. നമ്മുടെ സ്വയത്തിൽ മുഴുകി ജീവിക്കുവാനല്ല, നമ്മുടെ ഇഷ്ടത്തിൽ ജീവിക്കുവാനല്ല, അനുസരണക്കേടിൽ ജീവിക്കുവാനല്ല, മർദ്ദലിപ്പിൽ ജീവിക്കുവാനല്ല. നമ്മുടെ ഓരോ വാക്കുകൾക്കും നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന് കർത്താവായ യേശു. You will be accountable for every word that you speak. അങ്ങനെ ഒരു ദിവസം വരുന്നു. ആ ഒരു ബോധ്യത്തോടെ നാം ദൈവസന്നിധിയിൽ ദൈവഭയത്തോടെ നാം ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് നമ്മൾ അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. ധൈര്യത്തോടെ കൂടെ അത് തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി ഹല്ലേലൂയ നാം സുബോധത്തോടുകൂടെ സത്യത്തോടെ നേരായിട്ടുള്ള രീതിയിൽ അതിനുവേണ്ടി ഒരുങ്ങുന്ന ഒരു ജീവിത ശൈലിയായി തീരട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാമത്തെ വാക്യം. സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലൻ ആത്മാവിൽ എടുക്കപ്പെടുന്നു. സ്വർഗത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. സ്തോത്രം. ന്യായവിധിയുടെ ദിവസം വരുന്നു. ദൈവം സകലത്തെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു, ആത്മാവിൽ യോഹന്നാൻ അപ്പോസ്തലൻ കാണുകയാണ്, ഒരു വെള്ള സിംഹാസനം, അതിൽ ഒരുവൻ ഇരിക്കുന്നതും ഞാൻ കണ്ടു. Then I saw a great white throne and him who was seated on it. അടുത്ത വാക്യമുള്ള വാക്യം. Yes. അവന്റെ സന്നിധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടിട്ടില്ല. ന്യായം വിധിക്കുവാൻ യഹോവയായ ദൈവം, പിതാവാം ദൈവം അന്യായ സന്നിധിയിൽ കയറിയിരിക്കുകയാണ്. പിന്നെ നാം ഭാഗം വായിക്കുമ്പോൾ പുസ്തകങ്ങൾ തുറങ്ങുകയാണ്. Yes. Hallelujah. മരിച്ചവർ ആബാലബന്ധം ദൈവസന്നിധിയിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. മതി. ആ ഭാഗങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളല്ലോ. ഇന്ന് വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്, അങ്ങനെ ഒരു ദിവസം വരുന്നു. അതിനുവേണ്ടി നാം ഒരുങ്ങണം. ദൈവ സ്നേഹത്തിലും ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നമ്മെ ക്രമീകരിക്കുകയാണ്, നമ്മെ ഒരുക്കിയെടുക്കുകയാണ്. ആ വലിയ ബോധ്യത്തോടെ സ്തോത്രം. ഹല്ലേലൂയ. ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരുന്നു. ഹല്ലേലൂയ. 14-ാമത്തെ വാക്യം വായിക്കാം. Yes. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. Yes. രണ്ടാമത്തെ മരണമായിരിക്കുന്നു. Yes. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരെഴുതാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. Hallelujah. And if anyone's name was not found written in the book of life, he was thrown into the lake of fire. ന്യായവിധിയുടെ ദിവസം വരുന്നു. എല്ലാവരെയും ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരുന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാത്ത അനീതിയിലും അഭക്തിയിലും ജീവിക്കുന്നവരെ ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിൽ നിന്ന് ആർക്കും മറഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല. മരണത്തെയും നരകത്തെയും തീപ്പൊയ്യയിലേക്ക് ഇട്ട് കളഞ്ഞു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാതെ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, വാസ്തവമായി നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? വാസ്തവമായി നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചോ? നിങ്ങളുടെ പാപജീവിതത്തിൽ നിന്ന്, പാപ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾ മാറിയോ? നിങ്ങളുടെ അനുസരണക്കേടിൽ നിന്നും മർദ്ദലിപ്പിൽ നിന്നൊക്കെ നിങ്ങൾ മാറിയോ? ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, യേശുവിനെ നിങ്ങൾ സ്വന്തം രക്ഷാവും കർത്താവുമായി നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയം ഓർപ്പിച്ച് ദൈവസ്നേഹത്തിൽ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, ഈ ന്യായവിധിയിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ. ആ ദിവസത്തിൽ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എങ്കിൽ പിന്നെ അവിടെ കരുണയില്ല. അത് ന്യായവിധിക്ക് വേണ്ടി ആ ദിവസം ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മനസ്സലിവ്, ദൈവത്തിന്റെ സ്നേഹം, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ ജീവിതങ്ങളെ മനസ്സാണ് നിങ്ങളെ പാപത്തിൽ നിന്നും നിത്യന്യായവിധിയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്ന യേശുവിനെ നിങ്ങളെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ, ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ, ശിശുത്വത്തിന്റെ ജീവിതം ജീവിക്കുവാൻ
നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. A great day of judgment is coming. ന്യായവിധിയുടെ വലിയ ദിവസം വരുന്നു. അതുകൊണ്ട് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഭയാനകമായ ഒരു ദിവസമാണ്. അവനെ രക്ഷ സ്വീകരിച്ച് അവന്റെ മക്കളായിത്തീർന്ന നമ്മൾക്ക് അതൊരു വലിയൊരു ഒഴുക്കമാണ്, ഒരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതങ്ങളെ നാം ക്രമീകരിച്ച് നമ്മെ തന്നെ ദൈവഭയത്തിലും വിശുദ്ധിയിലും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവത്തിന്റെ മക്കളായി തീർന്ന നമ്മൾക്ക് ഈ വെള്ളസിംഹാസനത്തിലുള്ള ന്യായവിധിയല്ല. റോമർക്കെഴുതിയ ലേഖനം 8-1 വാക്യം പറയുന്നു, Therefore now there is no condemnation to those who are in Christ Jesus, who walk according to the Spirit. അവന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക്, ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഈ നിത്യശിക്ഷാവിധി, ഈ വെള്ളസിംഹാസനത്തിൽ നടക്കുന്ന ഈ ശിക്ഷാവിധിയിൽ നിന്ന്, രണ്ടാമത്തെ മരണത്തിൽ നിന്ന്, തീപ്പൊയ്കയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യമാണ്. നിത്യശിക്ഷാവിധി നമ്മളിൽ നിന്ന് ഒഴിഞ്ഞുപോയി. സുവിശേഷത്തിന്റെ സത്യവചനം, കാൽവറിയിൽ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തെടുത്ത ഈ വലിയ ക്രൂശിന്റെ വില നമ്മെ ഈ നിത്യശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ മാറ്റി അതിധൈര്യത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നമ്മെ യോഗ്യരാക്കി. യേശു എങ്ങനെയായിരിക്കുന്നു അങ്ങനെ നമ്മളെ ആക്കി തീർത്തിരിക്കുന്ന ദൈവസ്നേഹത്തിന്റെയും ദൈവപ്രവൃത്തിയുടെയും ആഴമാണ് സുവിശേഷം. പക്ഷെ നാം ഓരോരുത്തരും നേരിടേണ്ട ഒരു ന്യായവിധിയുണ്ട്, ന്യായാസനമുണ്ട്. അത് ക്രിസ്തുവിന്റെ ന്യായാസനമാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 Corinthians chapter 5 verse 10. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം ഓരോരുത്തരും വെളിപ്പെടേണ്ടതാണ്. അപ്പോൾ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവമക്കളായ നാം ഓരോരുത്തരും പിതാവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ട ആവശ്യമില്ല. അത് അഭക്തർക്കും അവിശ്വാസികൾക്കും സുവിശേഷത്തെ തിരസ്കരിച്ച് യേശുവിനെ കൈക്കൊള്ളാത്ത അങ്ങനെയുള്ളവർക്കാണ്. പക്ഷെ ദൈവമക്കളായ നാം ഓരോരുത്തരും നിൽക്കേണ്ട ഒരു ന്യായാസനമുണ്ട്, ഒരു ന്യായപീഠമുണ്ട്. നമ്മെ ഓരോരുത്തരെയും വിലയിരുത്തുന്ന, നമ്മെ കുറിച്ചുള്ള, നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള, നമ്മുടെ നടപ്പിനെ കുറിച്ച് നമ്മുടെ സംസാരം, നമ്മുടെ വിശ്വസ്തത, നാം ദൈവകൽപ്പനകൾ പാലിച്ചു, നാം ദൈവത്തിന്റെ വിശുദ്ധിക്കനുസരിച്ച് ജീവിച്ചു, ദൈവത്തിന്റെ നിയോഗങ്ങളെ നാം നിവർത്തിച്ചു, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അസൈൻമെന്റുകൾ നാം ചെയ്തു, ദൈവത്തിന്റെ ഇഷ്ടം നാം പൂർത്തീകരിച്ചു എന്നെല്ലാം വിലയിരുത്തുന്ന അക്കൗണ്ടുകൾ നോക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് വീണ്ടും നമ്മോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഭവനങ്ങൾ പണിയുകയാണ്. നിങ്ങളുടെ ഭവനങ്ങൾ, നിങ്ങളുടെ കെട്ടിടങ്ങൾ നിങ്ങൾ എങ്ങനെയാ പണിയുന്നത് എന്ന് വളരെ സൂക്ഷ്മതയോടെ നിങ്ങൾ വിലയിരുത്തണം. അത് പൊന്നുകൊണ്ടാണോ, വിലയേറിയ കല്ലുകൊണ്ടാണോ, വെള്ളി കൊണ്ടാണോ, അതോ സാധാരണ തടി കൊണ്ടും മരം കൊണ്ടും പുല്ലുകൊണ്ടും വൈക്കോല് കൊണ്ടാണോ? അത് കത്തിപ്പോകുമോ? നിങ്ങളെ വിലയിരുത്തുമ്പോൾ, തീയിൽ കൂടെ ശോധന ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മക്കളായി തീർന്നു, രക്ഷ സ്വീകരിച്ചു, നീതീകരിക്കപ്പെട്ടു. പക്ഷെ നിങ്ങൾ വിശുദ്ധിയോടെ ജീവിച്ചു, ദൈവഭയത്തിൽ ജീവിച്ചോ, ദൈവകൽപ്പനകളെയും പ്രമാണങ്ങളെയും അനുസരിച്ചുവോ, ദൈവത്തിന് ഇഷ്ടം ചെയ്തുവോ, അതോ സ്വയത്തിൽ ജീവിച്ചോ? നമ്മെ വിലയിരുത്തുന്ന ഒരു ദിവസം വരും. ആ വാക്യങ്ങളോട് പെട്ടെന്ന് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യം. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെടും. ആ ദിവസം അതിന് തെളിവാകും. ആ ദിവസം ഇതെല്ലാം ഒന്നൊന്നായി നടക്കും. എത്ര അന്തരമുണ്ട് ക്രിസ്തുവിന്റെ ന്യായത്തിന് മുമ്പാകെ വിശ്വാസികളായ നാം ഓരോരുത്തരെയും ദൈവമക്കളെ ദൈവം ന്യായം വിധിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഈ ന്യായവിധി നമ്മെ ശിക്ഷിക്കുവാനുള്ള ന്യായവിധിയല്ല, നമുക്ക് സമ്മാനങ്ങൾ തരുവാൻ, പുരസ്കാരങ്ങൾ തരുവാൻ, റിവാർഡുകൾ തരുവാൻ. നാം വിശ്വസ്തയോടെ ജീവിച്ചുവോ ഇല്ലയോ, നമ്മെ ഏൽപ്പിച്ച നിയമങ്ങൾ നാം നിവർത്തിച്ചുവോ ഇല്ലയോ, നാം ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടോ ഇല്ലയോ എന്നറിയുന്ന അങ്ങനെ ഉള്ള ഒരു ജഡ്ജ്മെന്റ് ഡേ ആണ്. സീറ്റ് ഓഫ് ഭീമ എന്ന് പറയുന്ന കർത്താവിന്റെ ന്യായാസന ദിവസത്തിന് മുമ്പാകെ നമ്മെ കുറിച്ചുള്ള നാം ചെയ്ത ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിൽ നാം വിശുദ്ധിയോടെ ജീവിച്ചോ, നാം വിശ്വസ്തരായിരുന്നോ, നാം ദൈവകൽപ്പനകൾ പാലിച്ചോ, നാം സ്നേഹിച്ചോ, നാം കരുതിയോ, നാം കരുണുള്ളവരായിരുന്നോ, അവിടെ നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നില്ല, നമ്മെ തീപ്പൊയ്യലോട് തെളിയിടുന്നില്ല. വാസ്തവമായി നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. വാസ്തവമായി നാം ക്രിസ്തുവിനോടുകൂടെ ഒന്നായി ചേർന്നുവെങ്കിൽ പിന്നെ ആ ന്യായവിധി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫോർ ദ റിവാർഡ്സ്, പ്രതിഫലത്തിന് വേണ്ടിയുള്ള. നാം ശരീരത്തിൽ ജീവിക്കുമ്പോൾ നാം ഓരോരുത്തരും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം തരുവാൻ ആ വാക്യങ്ങൾ 14-15 വാക്യം. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ, ഒരുത്തൻ പണിഞ്ഞ പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. അവന് പ്രതിഫലം. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മെ എല്ലാവരെയും, ഇവിടെ എല്ലാവരെയും, എക്സെപ്ഷൻ ഇല്ല, എല്ലാവരെയും തീയിൽ കൂടെ കടത്തിവിടും. നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയെ ടെസ്റ്റ് ചെയ്ത് നോക്കും, നമ്മുടെ ശുശ്രൂഷകളെ ശോധന ചെയ്ത് നോക്കും, നമ്മുടെ വാക്കുകളെ ശോധന ചെയ്ത് നോക്കും. അതുകൊണ്ട് എങ്ങനെയുള്ള ജനമായിരിക്കണം നാം? What sort of people we ought to be, because the day of judgment is coming for us too. അതുകൊണ്ട് ഭയഭക്തിയോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. ന്യായവിധിയുടെ ദിവസം 1 യോഹന്നാൻ 4-ാം അധ്യായം 17-18 നമ്മുടെ താക്കോൽ വാക്യത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കോണം
ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു, അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമം ഇരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് ഈ ന്യായവിധി ദിവസം എന്ന് അല്പമായി നാം ചിന്തിക്കുവാനിടയായിത്തീർന്നു. അതിനുവേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങണം. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പറയുക, ന്യായവിധി ദിവസത്തിൽ ധൈര്യത്തോട് നാം ഇരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെയാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ യേശു പിതാവിന്റെ വലത്തുഭാഗത്ത് സ്തോത്രം ഇരിക്കുന്നുവോ അങ്ങനെ തന്നെയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-17 വാക്യം പറയുന്നത്, സ്തോത്രം ഹല്ലേലൂയ, ഇനി ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, ഭയത്തിൽ ജീവിക്കുവാൻ, അനാഥരായി ജീവിക്കുവാൻ, ദാസരായി ജീവിക്കുവാൻ, ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, സുപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തീർത്തന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ സുപുത്രന്റെ ആത്മാവിനെ, പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. Hallelujah. For you not received the spirit of bondage again to fear, but you have received the spirit of adoption, whereby we can cry, Abba, Father. എങ്ങനെ യേശു വളരെ ധൈര്യത്തോട്, കോൺഫിഡന്റ് ആയി, ബോൾഡായി പിതാവേ എന്ന് വിളിക്കുന്നത് പോലെ നമ്മളെ ഓരോരുത്തരെയും ആക്കി തീർത്തിരിക്കുകയാണ് ഈ ക്രൂശിന്റെ പ്രവൃത്തി. This is what the work of the cross has done for us. Hallelujah. അനാഥത്വം മാറ്റി, അടിമത്വം മാറ്റി, നീ അനാഥരായി അടിമകളായി ജീവിക്കേണ്ട ആവശ്യമില്ല. സ്വപുത്രന്റെ ആത്മാവിനെ തന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക്, ആദിവിശുദ്ധ സ്ഥലത്തിലേക്ക്, അപ്പന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ ന്യായവിധി ദിവസത്തെ വളരെ ചങ്കുറ്റത്തോടെ, ബോധ്യത്തോടെ, സുബോധത്തോടെ, ഹല്ലേലൂയ, എന്റെ ദൈവം വിശുദ്ധനായതുകൊണ്ട് ഞാനും വിശുദ്ധിയെ തികച്ച്, പാപത്തെ വെറുത്ത് വിശുദ്ധിയെ തികച്ച് ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ഒരു വ്യക്തിത്വമായി, ഈ ദൈവനെ അടിച്ചു കളയോ, ദൈവനെ മാറ്റിക്കളയോ, ദൈവനെ നശിപ്പിക്കോ, തകർത്തു കളയുമോ എന്നുള്ള ഒരു ഭയം കൊണ്ട് ഞാൻ ദൈവത്തെ അനുസരിക്കുകയല്ല. That's not my motivation to live a holy and a godly life. എന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമോ, എന്റെ സമ്മാനം നഷ്ടപ്പെട്ടു പോകുമോ, എനിക്ക് നന്മ കിട്ടാതെ വരുമോ, അതൊന്നുമല്ല ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഉള്ള എന്റെ ഹൃദയത്തിന്റെ ആ വാഞ്ച. My motivation to live a holy and a godly life is not that kind of bad fear. പക്ഷെ ഞാൻ എന്റെ അപ്പനെ അറിഞ്ഞു, എന്റെ അപ്പന്റെ ഹൃദയത്തെ ഞാൻ അറിഞ്ഞു, എന്റെ അപ്പന്റെ സ്വഭാവത്തെ അറിഞ്ഞു. അവൻ വിശുദ്ധനായിരിക്കുന്നുണ്ട്. I want to be holy. പന്നിയുടെ സ്വഭാവമുള്ള എനിക്ക്, ഒരിക്കലും വിശുദ്ധിയിൽ ജീവിക്കുവാൻ കഴിയാത്ത എനിക്ക്, ക്രൂശിലെ പ്രവൃത്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ പുനർജീവിപ്പിക്കുന്ന പ്രവൃത്തിയാൽ, പുതിയ സൃഷ്ടിയുടെ പ്രവൃത്തിയാൽ പന്നിയായിരുന്ന എന്റെ ആ ജീവിതത്തെ, സ്വഭാവത്തെ, ആ ക്യാരക്ടറിനെ, ആ DNA അനുസരണപ്പെട്ടവനായി മർദ്ദലിക്കുന്ന എന്റെ ആ സ്വഭാവത്തെ, സ്വയത്തെ, പഴയ മനുഷ്യനെ എടുത്തതിൽ നിന്ന് മാറ്റി എന്നെ ക്രിസ്തുവിൽ മറപ്പിച്ചു, എന്നെ ക്രിസ്തുവിൽ മറച്ചു. അവന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പകർന്നു, ഒരു പുതിയ ആത്മാവിനെ, കുഞ്ഞാടിന്റെ അതേ സ്വഭാവത്തെ ആത്മാവിനെ. അതുകൊണ്ട് എന്റെ ഉള്ളിൽ പിടയ്ക്കുന്നത് ദൈവത്തിന്റെ ജീവന, എന്റെ ഉള്ളിൽ ചലിക്കുന്നത് വിശുദ്ധ ജീവന. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിശുദ്ധിയിലേക്ക് ജീവിക്കുവാൻ ഞാൻ ബന്ധപ്പെടുകയല്ല. But that's my nature. ഞാൻ പാപം ചെയ്യുമ്പോൾ എന്റെ ഉള്ള് വേദനിക്കുക, അരുതാത്ത ഞാൻ പറയുമ്പോൾ, ഒരു ശാപവാക്ക് പറയുമ്പോൾ, കോപിക്കുമ്പോൾ, ചീത്ത പറയുമ്പോൾ, കള്ളം പറയുമ്പോൾ ഞാൻ എന്റെ സ്വഭാവത്തിന് വിരോധമായി പ്രവർത്തിക്കുക. I'm acting contrary to my nature, my character. ഓരോ പ്രാവശ്യം ഞാൻ പാപം ചെയ്യുമ്പോൾ എനിക്ക് ന്യായവിധി വരുമല്ലോ, എന്റെ നന്മ മിസ്സാവുമല്ലോ, എന്റെ അനുഗ്രഹം പോയി പോവല്ലോ, എന്നെ ഇപ്പൊ എനിക്ക് അടി കിട്ടുമല്ലോ. ദൈവസ്നേഹത്തിന്റെ ആളുകളെ നാം മനസ്സിലാക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും ഞാൻ പാപം ചെയ്യുമ്പോൾ, അവന്റെ സ്റ്റാൻഡേർഡുകളെ മീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ മെഷറിനോട് മെഷറപ്പ് ചെയ്യാതിരിക്കുമ്പോൾ, എന്റെ നോട്ടം കൊണ്ട്, എന്റെ വാക്കുകൾ കൊണ്ട്, ചിന്ത കൊണ്ട്, എന്റെ ഡീലിംഗ്സ് കൊണ്ട്, എന്റെ മനോഭാവം കൊണ്ട് ഞാൻ അങ്ങനെ ജീവിക്കുമ്പോൾ ഞാൻ എന്റെ അപ്പന്റെ മകനല്ലാത്ത ഒരു പെരുമാറ്റം കാണിക്കുക, ഒരു സ്വഭാവം കാണിക്കുക. എന്റെ ഉള്ളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കുഞ്ഞാടിന്റെ സ്വഭാവത്തിൽ നിന്ന് ഞാൻ പന്നിയുടെ സ്വഭാവത്തെ ഞാൻ പ്രകടമാക്കുക. എങ്ങനെ ഒരു നായ തന്റെ ഛർദിയിലേക്ക് വീണ്ടും പോയി അത് നക്കുന്നുവോ, സദൃശവാക്യത്തിൽ പറയുന്ന ഒരു നായ എന്ത് ചെയ്യും, താൻ ഛർദിച്ച് തന്നെ വീണ്ടും പോയി. അത് നായയുടെ സ്വഭാവമാണ്, പന്നിയുടെ സ്വഭാവമാണ് പാപത്തിൽ. പക്ഷെ എന്റെ ഉള്ളിൽ ഹല്ലേലൂയ ദൈവം നിക്ഷിപ്തമാക്കിയിരിക്കുന്നത് യേശുവിന്റെ സ്വഭാവം. That's my nature. That's my real nature. That's my real character. അതുകൊണ്ട് ഞാൻ ഓരോ പ്രാവശ്യവും അരുതാത്തത് പറയുമ്പോൾ, അരുതാത്തത് ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ്. My motivation to live a holy life, a godly life, is not that I will miss something good from God, but it breaks the heart of God. It breaks the heart of God. ഞാൻ അനുസരിക്കേണ്ടി കാണിക്കുമ്പോൾ, ഞാൻ മർദ്ദലിക്കുമ്പോൾ, when I disobey, when I rebel, what am I doing? I'm breaking the heart of my Father. ഞാൻ ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ്. തികഞ്ഞ സ്നേഹം ഭയത്തെ എന്ത് ചെയ്യും, പുറത്താക്കും. ന്യായ ദിവസത്തിൽ, 1 യോഹന്നാൻ 4:17 സ്തോത്രം. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. സ്നേഹം തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. ആമേൻ. As Jesus is. ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ, ദൈവത്തിന്റെ ഹൃദയത്തെ, ഈ ന്യായവിധിയെ കുറിച്ചൊക്കെ പറഞ്ഞത് ദൈവത്തിന്റെ സ്വഭാവത്തെ പരിചയപ്പെടുത്തുവാനാണ്. ആകാശം വെന്തു പോകും, അഴിഞ്ഞു പോകും, കത്തിപ്പോകും, ഭൂമി കത്തിപ്പോകും. ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊന്നും ഒരു വിഷയമല്ല. ന്യായവിധിയിൽ നിന്ന് നമ്മൾ ഹല്ലേലൂയ
എറ്റേണൽ ജഡ്ജ്മെന്റിൽ നിന്നും എറ്റേണൽ ഹെൽ ഫയറിൽ നിന്നും ഒക്കെ നമ്മൾ രക്ഷ പ്രാപിച്ച് നാം ദൈവത്തിന്റെ മക്കളായി തീർന്നുകൊണ്ട് ഹല്ലേലൂയ. പിന്നെ ഭയമല്ല, ഭീതിയല്ല, നശിച്ചു പോകുമെന്ന് നമുക്ക് ധൈര്യമാണ്. നമുക്ക് വളരെ ധൈര്യമാണ്, കോൺഫിഡൻസ് ആണ്. ഹല്ലേലൂയ. Because as Jesus is. എങ്ങനെ പിതാവും ദൈവത്തിന് യേശുവിനോട് സ്നേഹമുണ്ടോ, പ്രസാദമുണ്ടോ, ദൈവം യേശുവിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, അങ്ങനെ തന്നെ in the same way, in the same manner, അതിൽ വ്യത്യാസമില്ല. നാം ദൈവത്തിന്റെ മക്കളെങ്കിൽ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശം. ഈ അടിമകളല്ല, അടിമ മനോഭാവമല്ല, അടിമ ചിന്തകളല്ല, ബന്ധനത്തിൽ കിടക്കുന്നവരുടെ ലാംഗ്വേജ് അല്ല, അവരുടെ മനോഭാവമല്ല, അവരുടെ സംസാരമല്ല, അവരുടെ നടപ്പും നിൽപ്പുമല്ല. ഞാനൊരു അവകാശിയാ, ഞാൻ യേശുവിനോട് കൂടെ കൂട്ടവകാശിയാ. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം ഞാൻ വിശ്വസിയോടും ഭയഭക്തിയോടും ആ ദിവസം വരുന്നു എന്നുള്ള ബോധ്യത്തോടും. ദാനിയേൽ പ്രവാചകൻ കണ്ടതുപോലെ ബുദ്ധിമാന്മാർ ആകാശത്തെ പ്രഭ പോലെ ഈ തിരുവചനത്തിന്റെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് അവന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി, ആ മഹാദിവസത്തിന് വേണ്ടി നാം നോക്കി പാർത്തിരുന്നാൽ, അതിനുവേണ്ടി അങ്ങനെ ഒരു രീതിയിൽ നാം ഈ ഭൂമിയിലുള്ള ജീവിതം ജീവിച്ച് ആസ്വദിച്ച് അതിൽ കുടുങ്ങി നാം ജീവിക്കാതെ നാം ആദ്യം ദൈവത്തെയും ദൈവരാജ്യത്തിന് മുൻസ്ഥാനം കൊടുത്ത് seek ye first the kingdom and his righteousness, ആദ്യം ദൈവവും ദൈവരാജ്യവും, മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുന്നവരായി അങ്ങനെയുള്ള ജീവിതമാണോ നാം ജീവിക്കുന്നത്? അതോ നാം നമ്മുടെ സ്വയ ജീവിതത്തിൽ, നമ്മുടെ സ്വയ ആവശ്യങ്ങളിൽ, നമ്മുടെ സ്വയ താല്പര്യങ്ങളിൽ, നമ്മുടെ സ്വയ വിഷയങ്ങളിൽ, സ്വയ ബിസിനസ്സുകളിൽ, സ്വയ കാര്യങ്ങളിൽ നാം മുഴുകി അങ്ങനെ ജീവിക്കുന്നവരാണോ? നമ്മെ തന്നെ ശോധനയെ. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, ബുദ്ധിമാന്മാർ ആരാ? ബുദ്ധിമാന്മാർ യഹോവയുടെ ഭയമാണ് ബുദ്ധിയുടെ ആരംഭം. ബുദ്ധിമാന്മാർ ആരാണ്? ദൈവത്തിന്റെ കൽപ്പനകൾക്ക്, ദൈവത്തിന്റെ ആലോചനകൾക്ക്, ദൈവത്തിന്റെ സത്യത്തിന്, ദൈവത്തിന്റെ ദൂതിന് വഴി കൊടുത്ത് അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. And they that be wise shall shine as the brightness. ആരാണ് ബുദ്ധിമാന്മാർ? ഈ വചനമനുസരിച്ച് അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നവരാണ്. ദൈവത്തിന്റെ ദൂതുകൾ, ദൈവത്തിന്റെ ആലോചനകൾ, ദൈവം പറയുന്ന ന്യായവിധി ദിവസം വരുന്നു, അവന്റെ രണ്ടാമത്തെ വരവ് വരുന്നു, ആകാശം ഒഴിഞ്ഞു പോകും, ഭൂമി മാറിപ്പോകും, സകലതും മാറും, യുഗാനുയുഗം നാം ദൈവത്തോടു കൂടെ വാഴും. നാം എന്തിനു വേണ്ടി ജീവിക്കും? നാം എങ്ങനെ ജീവിക്കും? നാം എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? നമ്മുടെ സമയം നാം എന്തിനു വേണ്ടി ചെലവാക്കും? ബുദ്ധിമാന്മാർ ആകാശത്തിന്റെ പ്രഭ പോലെയും, ബുദ്ധിമാന്മാർ ആകാശത്തിന്റെ പ്രഭ പോലെയും, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നുമെന്നേക്കും പ്രകാശിക്കും. അനേകരെ സത്യത്തിലേക്ക്, നീതിയിലേക്ക്, രക്ഷയിലേക്ക്. ദൈവമക്കളെ, നമ്മുടെ മേൽ ഒരു വലിയ ഉത്തരവാദിത്വമാണ് സുവിശേഷത്തിന്റെ സത്യവചനം. ഈ ജീവന്റെ പുതുവഴി ഇങ്ങനെ ഒരു ന്യായവിധി ദിവസത്തിൽ നിന്ന് നമുക്ക് ഒഴിയുവാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ സത്യവചനം നമ്മളിലേക്ക് വന്നതുകൊണ്ട്, നമ്മുടെ ഹൃദയം പ്രകാശിക്കപ്പെട്ട് നാം രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളായതുകൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ ആഹ്വാനം ചെയ്യുന്നു, നമ്മുടെ ജീവിതങ്ങളെ നാം ക്രമീകരിക്കണം. താൻ തോന്നിയ രീതിയിൽ നാം ജീവിച്ചാൽ നാം ദൈവത്തിന്റെ മക്കളാണെങ്കിലും നമ്മുടെ പ്രവൃത്തികൾ തീയിൽ കൂടെ ശോധന ചെയ്യുമ്പോൾ വെന്തുപോയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, അകത്ത് കടന്നു, പക്ഷെ അത് ലജ്ജയ്ക്ക് കാരണമായി തീരും. അങ്ങനെ വരാതെ എന്റെ ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഈ സഭയിലുള്ള എല്ലാ ദൈവത്തിന്റെ മക്കളും, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും, you must be prepared for the coming of the Lord. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി, ആ ഗ്രേറ്റ് ജഡ്ജ്മെന്റ് ഡേ വരുമ്പോൾ വളരെ ധൈര്യത്തോടെ, പ്രാഗൽഭ്യത്തോടെ, ഒരുക്കത്തോടെ സമ്മാനങ്ങൾ മേടിക്കുവാൻ, ആകാശത്തിന്റെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുവാൻ, അതെന്നും യുഗാനുയുഗം സ്തോത്രം, നിത്യതയിൽ മുത്തവും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ജീവിതങ്ങളായി, അങ്ങനെയുള്ള ജീവിതത്തിന്റെ ഉടമകളായി നാം തീരണമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. As Jesus is, നമുക്കൊന്ന് പറയാം, as Jesus is, so are we. അപ്പൊ നമ്മുടെ ഇൻസെക്യൂരിറ്റികൾ കട്ടായി, ഐഡന്റിറ്റി ക്രൈസിസുകൾ കട്ടായി. ആരും എന്നെ ഗവനിക്കുന്നില്ല, ആർക്കും എന്നെ ഇഷ്ടമല്ല, ആർക്കും എന്നോട് താല്പര്യമില്ല. ഈ സ്നേഹം അറിഞ്ഞാൽ, ഈ ദൈവസ്നേഹത്തിന്റെ ആഴം അറിഞ്ഞാൽ, യേശു ഇരിക്കുന്നത് പോലെ, യേശു ആയിരിക്കുന്നത് പോലെയാണ് ദൈവനെ സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വാഴുവാൻ കഴിയും? എങ്ങനെ ഐഡന്റിറ്റി ക്രൈസിസ് അവിടെ വാഴുവാൻ കഴിയും? പിന്നെ എങ്ങനെ ഇൻസിഗ്നിഫിക്കൻസ്, അല്ലേലും എന്നെ ആർക്കും അങ്ങനത്തെ വാക്കുകൾ പറയാൻ കഴിയുമോ? അവൻ കാണുന്നത് എങ്ങനെയാ? ദൈവത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെയാണ്. ബന്ധങ്ങളിലും നാം പക്വതയിലേക്ക് വരുമ്പോൾ, ആ പക്വതയിലും തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ബന്ധങ്ങളിലും അങ്ങനെയാണ്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. എവിടെ ഭയമുണ്ടോ അവിടെ ദണ്ഡനമുണ്ട്, അവിടെ ഒപ്രഷനാണ്, അവിടെ നമുക്ക് തുറന്ന് ജീവിക്കുവാൻ കഴിയുകയില്ല. ആ കാര്യം ഒന്നും കൂടി ഉയർത്തി നമുക്കൊന്ന് പറയാം. ദൈവമേ നന്ദി, നന്ദി. ഒട്ടും കുറവല്ല, ഒട്ടും കുറവായിട്ടല്ല, ഒട്ടും താന്ന ലെവലിലല്ല ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. As Jesus is, യേശു എങ്ങനെയായിരിക്കുന്നു അങ്ങനെ തന്നെ ദൈവം നമ്മെ സ്വീകരിച്ചിരിക്കുക, ദൈവം നമ്മെ ദത്തെടുത്തിരിക്കുക, ദൈവം നമ്മെ തന്റെ സ്വന്തം എന്ന് വിളിക്കുന്നു. അതിന് യോഗ്യമാവണം. ദൈവഭയത്തോടും ഭക്തിയോടും ഭയത്തോടും ദൈവഭയത്തോടും വിറയലോടും നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമായി ജീവിക്കുവാൻ കർത്താവിൽ ആഹ്വാനം ചെയ്യും. ഈ അടിസ്ഥാനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവവചനത്തിന്റെ ഭാഗം പറയുന്നു, as Jesus is, യേശു ആയിരിക്കുന്നത് പോലെ, യേശു ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. ഭയങ്കര വെളിപ്പാടാണ് ഇത്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ നിങ്ങളെ തടയിടുവാൻ ആർക്കും കഴിയുകയില്ല. ഡിപ്രഷന് നിങ്ങളെ പിടിച്ചെടുത്തുവാൻ കഴിയുകയില്ല. ഒരു രോഗത്തിന് നിങ്ങളെ ബന്ധിയാക്കുവാൻ കഴിയുകയില്ല. ഒരു ക്യാൻസറിന് നിങ്ങളെ ഇരുത്തുവാൻ കഴിയുകയില്ല. ഒരു സാമ്പത്തിക പ്രശ്നത്തിന് നിങ്ങളെ കുടിച്ചിരുത്തുവാൻ കഴിയുകയില്ല. As Jesus is, so are we. And the Passion Translation പറയുന്നത്, all that Jesus is now, all that Jesus is now, so are we. യേശു എന്തൊക്കെയായിരിക്കുന്നു ഇപ്പോൾ, അതൊക്കെയും ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. ആ വെളിപ്പാടുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുകയില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഭൂമിയിൽ ജീവിച്ച ആ യേശുവിനെ പോലെയല്ല.
യോഹന്നാൻ അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറയുന്ന as Jesus is now, യേശു ഇപ്പോൾ ഇരിക്കുന്ന പോലെ. എങ്ങനെയാ ഇപ്പോൾ യേശു ഇരിക്കുന്നത്? ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകമാണ് ബൈബിളിന്റെ അവസാനത്തെ പുസ്തകമെങ്കിലും വെളിപ്പാട് പുസ്തകം എഴുതിയത് AD 75-80 ഇടയ്ക്കാണ്. പത്മോസിലേക്ക് തന്നെ മാറ്റപ്പെടുത്തുകയും പീഡനത്തിന് വേണ്ടി അവിടെ അയക്കുകയും പത്മോസിലാക്കിയപ്പോൾ അതിന്റെ മധ്യത്തിലാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ പുള്ളുകൾ, വെളിപ്പാടുകൾ, ദൈവിക ദർശനങ്ങൾ യോഹന്നാൻ അപ്പോസ്തലന് കിട്ടുന്നത്. മാറത്ത് ചാഞ്ഞു കിടന്ന യേശുവിന്റെ ഏറ്റവും പ്രിയ ശിഷ്യൻ, ഭൂമിയിലുള്ള ആ കാലത്ത്, ആ സമയത്ത് യേശുവിനെ അറിഞ്ഞവനായ സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം വലിയ എൻകൗണ്ടറുകൾ ഉണ്ടാകുകയാണ്, സ്വർഗീയ എൻകൗണ്ടർ ഉണ്ടാകുകയാണ്. ഭൂമിയിൽ ഏറ്റവും ചേർന്ന ഒരു മനുഷ്യൻ, ഏറ്റവും ചേർന്ന യേശുവിനോട് കൂടെ നടന്ന ആരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ശിഷ്യന്മാരിൽ യോഹന്നാൻ, ജോൺ. യേശുവിന്റെ മാറിൽ കിടന്ന് യേശുവിനെ അറിഞ്ഞ് ആ ഹൃദയത്തിന്റെ ചലനങ്ങൾ അറിഞ്ഞ് യോഹന്നാൻ അപ്പോസ്തലൻ കാണുകയാണ് ഭൂമിയിൽ നടന്നത് യേശുവല്ല, ക്രൂശിൽ നിസ്സഹായനായി കിടന്ന് നിലവിളിച്ച യേശുവല്ല, 40 ദിവസം അവരുടെ മധ്യത്തിൽ അവരോട് സംസാരിച്ച് ദൈവരാജ്യത്തിന്റെ വിഷയങ്ങൾ പഠിപ്പിച്ച യേശുവല്ല, സ്വർഗാരോഹണം ചെയ്തപ്പോൾ പോയ യേശുവല്ല. വെളിപ്പാട് പുസ്തകത്തിൽ ഈ എൻകൗണ്ടറുകൾ പ്രാപിച്ച യോഹന്നാൻ അപ്പോസ്തലൻ പറയുക, സ്തോത്രം, ഞാൻ അവനെ കണ്ടു. 7 നിലവിളികളുടെ മധ്യത്തിൽ കൂടെ ഞാൻ ഒരുവനെ കണ്ടു. അവന്റെ മാറത്ത് ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ കിടന്നതാ, പക്ഷെ ഇപ്പോൾ ആള് മാറി. അവൻ ഉയർത്തെഴുന്നേറ്റവനായി, മഹത്വീകരിക്കപ്പെട്ടവനായി, തേജസ്സിൽ വാഴും തേജോമയനായ മഹോന്നതനായ യേശുവിനെ എന്റെ കണ്ണ് കണ്ടു. 7 നിലവിളികളുടെ മധ്യത്തിൽ കൂടെ നടന്നവനെ ഞാൻ കണ്ടു. He is no longer that Jesus who lived on earth. He is the glorified, risen, the glorious, the triumphant Christ the King. എന്റെ കണ്ണുകൾ അവനെ കണ്ടു. നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച അണഞ്ഞ് അവന്റെ മുടി ഹല്ലേലൂയ വർണ്ണിക്കുവാൻ കഴിയാത്ത അത്രയും വെള്ളയായി, അവന്റെ കണ്ണുകൾ തീജ്വാലയായി, അവന്റെ കാല് വെള്ളോട്ടിന് സമമായി സദൃശ്യമായി ഉലയിൽ ചുട്ടു പഴുപ്പിച്ച like burnished bronze. അവന്റെ കയ്യിൽ 7 നക്ഷത്രം പിടിച്ചവനായി, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന് എരിച്ചൽ പോലെയും, അവന്റെ വായിൽ കൂടെ മൂർച്ചേറിയ ഇരുവായി തലയുള്ള വാളും, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ഞാൻ അവനെ കണ്ടു. ഭൂമിയിൽ ജീവിച്ച അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ആ ഒരു യേശുവിനെയല്ല ഞാൻ കണ്ടത്. സ്വർഗത്തിൽ ഉയർത്തെഴുന്നേറ്റവനായി, മഹത്വത്തിൽ മഹോന്നതനായ, മഹത്വീകരിക്കപ്പെട്ട I saw the risen, glorified Christ in all his glory. അവന്റെ മഹത്വത്തിന്റെ പൂർണ്ണതയിൽ ഞാൻ അവനെ കണ്ടു. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്, അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയായി, അവന്റെ സൂര്യൻ അതിനകത്ത്. AD 75-80 ആ വർഷങ്ങളിലാണ് യോഹന്നാൻ അപ്പോസ്തലൻ ആ ദർശനം പ്രാപിക്കുന്നത്. AD 90-ലാണ് 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ എല്ലാം AD 90-100-ന്റെ അടുത്താണ്. അപ്പോൾ തന്റെ സ്വർഗീയ അനുഭവങ്ങൾ, എൻകൗണ്ടറുകൾ, പത്മോസിന്റെ അനുഭവങ്ങൾ കഴിഞ്ഞാണ് താൻ സഭാമക്കൾക്ക് എഴുതുന്നത്, താൻ ദൈവമക്കൾക്ക് എഴുതുന്നത്. യേശു ഇപ്പോൾ ആയിരിക്കുന്ന പോലെ 2000 വർഷങ്ങൾക്ക് മുമ്പേ, അല്ലെങ്കിൽ യോഹന്നാന്റെ കാലത്ത് 50 വർഷം മുമ്പെയാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. AD 90-100 എഴുതുമ്പോൾ 50 വർഷങ്ങൾ കഴിഞ്ഞ് 33-34 AD-യിൽ യേശു ക്രൂശിക്കപ്പെട്ടു. പറയുക, ഭൂമിയിൽ നടന്ന യേശുവിനെ പോലെയല്ല, ആ യേശുവിനെ പോലെയാണ്. As Jesus is in the present, as Jesus is now, all that Jesus is now, so are we in this world. Not less. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനം, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന പൊസിഷൻ, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന പവർ, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന അധികാരം. എന്താ യോഹന്നാൻ അപ്പോസ്തലനെ താങ്കൾ പറയുന്നത്? നാം യേശുവിനെ പോലെയെന്നോ? അതെ, പരിശുദ്ധാത്മാവ് പറയുക, ഒട്ടും കുറവില്ല. എങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റവനായി, മഹോന്നതനായി, തേജസ്സിൽ നിൽക്കുന്നുവോ, അതുപോലെ തന്നെ ഭൂമിയിൽ മക്കളെ അതേ ആത്മാവിൽ. 1 യോഹന്നാൻ 4:4 പറയുന്നു, മക്കളെ, little children, do not fear, you have overcome the world. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാകുന്നു. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. You are hidden with Christ. You are hidden in Christ. It's his life now. Yes. അവരെ ജയിച്ചുമിരിക്കുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. Yes. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളിലുള്ളവൻ ആരാ? നമ്മുടെ ഉള്ളിലുള്ളത് 2000 വർഷങ്ങൾക്ക് മുമ്പേ ഭൂമിയിൽ നടന്ന യേശുവല്ല, ക്രൂശിൽ കിടന്ന യേശുവല്ല, നമ്മുടെ ഉള്ളിലുള്ളത്, നമ്മുടെ കൂടെ ഉള്ളത്, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആ പ്രിവിലേജ്, പൊസിഷൻ, അധികാരം. സ്തോത്രം. As Jesus is in the present, ഇപ്പോൾ യേശു വാഴുന്നത് പോലെ, തേജോമയനായി, മഹോന്നതനായി, മഹത്വത്തിൽ വാഴുന്നത് പോലെ, the risen, glorious, exalted, triumphant King. ആ ഹൃദയത്താൽ, ആ ദർശനത്താൽ, ആ ഒരു വെളിപ്പാടിനാൽ, ആ ഒരു സത്യത്താൽ നമ്മുടെ ഹൃദയം ഒന്ന് പിടിക്കട്ടെ. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ഒന്നിനും നമ്മെ അടിമയാക്കുവാൻ കഴിയുകയില്ല. ഈ വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിൽ കത്തിയാൽ, ആ ബൾബ് കത്തിയാൽ, ആ വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിൽ കത്തിയാൽ, അതാ കോൺഫിഡൻസ്. ദാറ്റ്സ് ദ കോൺഫിഡൻസ് ഇൻ ഗോഡ്. എത്ര വലിയ മന്ത്രവാദിയാണെങ്കിലും, എത്ര വലിയ ആഭിചാരം ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, ഈജിപ്തിൽ എത്ര വലിയ മന്ത്രവാദികൾ ഉണ്ടെങ്കിലും, മോശയുടെ പാമ്പിന്റെ ശക്തിയുടെ കീഴെയാണതല്ല. എത്ര വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഈജിപ്തിലുണ്ടെങ്കിലും, ഒരുവനെ ദൈവം എഴുന്നേൽപ്പിച്ച് അധികാരപ്പെടുത്തി അഭിഷേകം ചെയ്ത് അയച്ച് ആ മോശയുടെ മുമ്പിൽ ഒരു ദേശം കീഴടങ്ങിയതുപോലെ ആ തികഞ്ഞ സ്നേഹം നമ്മളിൽ ഒന്ന് പൂർണ്ണമാകട്ടെ. അപ്പന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണ്? ഭൂമിയിൽ സ്വർഗത്തിൽ വാഴുന്ന യേശുവിനെ പോലെ ഭൂമിയിൽ ദൈവത്തിന്റെ വാഴ്ച കൊണ്ടുവരുവാൻ, ദൈവരാജ്യത്തിന്റെ വാഴ്ച കൊണ്ടുവരുവാൻ, God's glorious sons and daughters. അതെ 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 അതെ. What confidence, what boldness. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും, നമ്മെ ദൈവം അയക്കുന്ന ഏത് വിഷയങ്ങളുടെ മധ്യത്തിലും നീ എന്നെ അടിമയാക്കി വെക്കാൻ കഴിയുകയില്ല.
ഭയത്തിന് എന്നെ അടിമയാക്കുവാൻ കഴിയുകയില്ല. ദുരാത്മാക്കൾക്ക് എന്നെ കെട്ടിവെക്കുവാൻ കഴിയുകയില്ല. ഒന്നിനെ എന്നെ ബന്ധിക്കുവാൻ കഴിയുകയില്ല. ഒരു ശങ്കരെ എന്നെ പിടിച്ചടക്കുവാൻ കഴിയുകയില്ല. ഒരു രോഗത്തിനും എന്റെ മേൽ ആധിപത്യമില്ല. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് ഈ സ്വർഗത്തിൽ പോകുമ്പോഴല്ല, ഇപ്പോൾ ഭൂമിയിലായിരിക്കുന്നത് മാറത്ത് പൊൻകച്ചടഞ്ഞവനായി, നിലയങ്കി ധരിച്ചവനായി, പെരുവെള്ളത്തിന്റെ ശബ്ദത്തിന്റെ ഇരച്ചിൽ പുറംപിടിക്കുവാൻ കഴിയുന്ന ഈ മുഖത്തിൽ കൂടെ സൂര്യൻ അതിന്റെ ശോഭയോടെ ശക്തിയോടെ as Jesus is now സ്വർഗത്തിൽ മഹോന്നതനായി ഉയർത്തെഴുന്നേറ്റവനായി സകലത്തിന്മേലും സകലവും വാഴുന്നവനായി യേശു ഉള്ളതുപോലെ അങ്ങനെ തന്നെ നാം ഓരോരുത്തരെയും ക്രിസ്തുവിൽ, യേശുവിൽ, പരിശുദ്ധാത്മാവിൽ ഒട്ടും വ്യത്യാസമില്ല. As Jesus is now, യേശു ഇപ്പോൾ സ്വർഗത്തിൽ വാഴുന്ന പോലെ, as Jesus is exalted and glorious. ഈ നാം അടിമത്തത്തിലല്ല, ബന്ധനത്തിലല്ല, ശാപത്തിന് കീഴിലല്ല, രോഗത്തിന് കീഴിലല്ല, ശങ്കലകളിലല്ല, പരിമിതികളിലല്ല, ഈ വളർച്ചകളിലല്ല. നാം ഓരോരുത്തരും ദൈവത്തിന്റെ സൂപ്പർ സ്റ്റാറുകളായി, എങ്ങനെ മോശ തന്റെ തലമുറയിൽ ഒരു സൂപ്പർ സ്റ്റാറായി വിളങ്ങിയോ, നാം ഓരോരുത്തരും ദൈവത്തിന്റെ ഡേ സ്റ്റാറായി വെളിപ്പെടുവേണ്ടേ. As Jesus is now, the risen, the glorified Christ, the triumphant Christ, the victorious King. എന്ത് വലിയൊരു പ്രിവിലേജാ, എന്ത് വലിയൊരു സ്ഥാനാ അപ്പം നമുക്ക് തന്നിരിക്കുന്നത്. നീ അനാഥരല്ല, നാം അങ്ങനെയുള്ള മനോഭാവമല്ല, അടിമകളെ പോലെ ചിന്തിക്കുന്ന മനോഭാവമല്ല. നാം പുത്രന്മാരും, നാം അവകാശികളും, നാം ദൈവത്തിന്റെ റോയൽ സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. Amen, amen, amen. Hallelujah. Praise God. ആ കരങ്ങളെ ദൂഷിച്ചു